ഹലോ, ഉപയോഗം കഴിഞ്ഞ ടിഷ്യൂ ബോക്സസും സോപ്പ് കവറുകളും കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇതിനായി ആദ്യം വേണ്ടത് കുറച്ച് സോപ്പ് ബോക്സസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 10 പീസെങ്കിലും മിനിമം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാം, പക്ഷെ നല്ല ഭംഗിയായിരിക്കാൻ ഒരു വാൾപേപ്പറോ ക്രാഫ്റ്റ് പേപ്പറോ ഒക്കെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നത് നല്ലത്. വാൾപേപ്പേഴ്സൊക്കെ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണല്ലോ. 100 റുപ്പീസ് തൊട്ട് പ്രൈസ് വരുന്ന ഒരു റോള് തന്നെ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വിലക്കുറവിൽ പ്ലാസ്റ്റിക് ഓർഗനൈസേഴ്സ് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ മെനക്കെടണമെന്ന് ചിന്തിക്കേണ്ട കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളൊരു കുഞ്ഞു പ്രോഡക്റ്റ് ആണെങ്കിലും വലിയ ചിലവൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുമാത്രമല്ല, മാക്സിമം പ്ലാസ്റ്റിക്കുകൾ അവോയ്ഡ് ചെയ്യുന്നതാണല്ലോ നല്ലത്. കാരണം എത്ര പുതിയ പ്ലാസ്റ്റിക് ആണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് നിറമൊക്കെ മങ്ങി ഒടിയുമ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് കളയും. പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ കിടുക്കാച്ചി ഓർഗനൈസർ റെഡി. ഇതുപോലുള്ള കുഞ്ഞ് ഐറ്റംസൊക്കെ ഇടാൻ നല്ല യൂസ്ഫുൾ ആണ്. അടുത്ത ഓർഗനൈസറിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി വേണ്ടത് കുറച്ച് കാലിയായ ടിഷ്യൂ ബോക്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോക്സുകളാണ്. ആദ്യം അതെല്ലാം ഒരുമിച്ച് വരച്ച് സ്കെയിൽ കൊണ്ട് 2 സൈഡിലും ചരിഞ്ഞ 2 ലൈൻസ് വരയ്ക്കണം. ആദ്യത്തെ ബോക്സിൽ താഴേന്ന് 13 സെൻറ്റിമീറ്റർ ഹൈറ്റിലും രണ്ടാമത്തേതിൽ 15 സെൻറ്റിമീറ്ററും ലാസ്റ്റ് ബോക്സിൽ താഴേന്ന് 19 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 3 ലൈൻസ് വരയ്ക്കണം. എന്നിട്ട് ആ വരച്ചെടുത്ത ലൈൻസിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതേ ഷേപ്പിലാക്കിയെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത ബോക്സസ് ഒരു സെല്ലോ ടേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ കൊണ്ടോ നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നീട് ഒരു ക്രാഫ്റ്റ് പേപ്പറോ വാൾപേപ്പറോ കൊണ്ട് സൈഡെല്ലാം ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയുള്ള ഒരു ഓർഗനൈസർ റെഡിയായി. ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ? എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.